ഹലോ ഹായ്, നമുക്ക് ഇന്നത്തെ ട്രേഡൊക്കെ നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 2 ഡേ നമുക്ക് കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. ഞാൻ സ്റ്റോറിയിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ചാർട്ട് നോക്കാം. ഇന്നത്തെ ചാർട്ടിനകത്ത് ഞാൻ അതിന് മുമ്പേ ഇന്നലത്തെ ആ ഒരു സംഭവം ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ ഇതുപോലെയായിരുന്നു എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് നമ്മളുടെ ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന ലൈൻസിൻ്റെ താഴെയാണ് മാർക്കറ്റ് വന്നത്. സോ അത് ഡിമാൻഡാണ്. സോ ഞാൻ കോൾ ഓപ്ഷനാണ് ഇതുപോലെ പ്ലാൻ ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു, നമുക്ക് ആ ട്രേഡ് എസ് എൽ അടിച്ചു. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതിനകത്ത് ആ ടോപ്പിൽ കാണുന്നതാണ് നമ്മുടെ ഇന്നലത്തെ മാർക്കറ്റ്. നമുക്ക് എസ് എൽ അടിച്ചു. ബട്ട് ഇന്നത്തെ എൻ്റെ ട്രേഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇന്ന് മാർക്കറ്റ് നമ്മളുടെ ആ ഒരു ഇൻഡിക്കേറ്ററിൽ മുകളിലെ ലൈനാണ് ടാപ്പായത്, അതായത് സപ്ലൈ. നമ്മൾ സപ്ലൈ നിന്ന് പുട്ട് ഓപ്ഷൻ ആയിരിക്കുമല്ലോ ബൈ ചെയ്യുക. സോ ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ ട്രേഡ് എടുക്കാൻ റീസൺ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാർക്കറ്റ് ഒരു അപ്പ് മൂവിന് ശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതായത് മാർക്കറ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തി ശേഷം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നു. സോ ഈ മാനിപ്പുലേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് ഉള്ളത് താഴത്തേക്കാകാം എന്നുള്ള എൻ്റെ ഒരു കണക്കൂട്ടിലാണ് ഞാൻ ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നത്. ഞാൻ ആ ട്രേഡ് കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മുടെ മാർക്കറ്റ് ക്ഷമ പരീക്ഷിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പരീക്ഷിച്ചു എന്ന് പറയാം. അതിനുശേഷമാണ് മാർക്കറ്റ് നമുക്കിന്ന് പ്രോഫിറ്റ് തന്നത്. അതൊരു 1:1.9 ഒക്കെ എത്തിയപ്പോൾ ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഒരു ടെമ്പററി ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് VWAP എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. സോ ഞാനത് 1:1.9 നമുക്ക് കിട്ടിയിട്ടാണ് ഞാനത് ബുക്ക് ചെയ്ത് മാറിയത്. ഇതുപോലെ ഞാനത് ബുക്ക് ചെയ്ത് മാറാൻ നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞു. നമ്മൾ ആ ട്രേഡ് നമ്മൾ അവസാനിപ്പിച്ചു. ഇത് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ്. നിങ്ങളൊരു 5-10 ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പകുതി ലോട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ട് ബാക്കി പകുതി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സെക്കൻഡ് ട്രേഡ് കണ്ടോ, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ബോട്ടത്തിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. അവിടുന്ന് മുകളിലേക്കായിരുന്നു ഇതുപോലെ. ആ ട്രേഡ് നമുക്കിന്ന് പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ കണ്ടോ, ഇൻഡിക്കേറ്റർ സപ്ലൈയിൽ നിന്ന് താഴത്തേക്ക് പൊട്ടും, ഡിമാൻഡിന് മുകളിൽ കോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.